എടി മറ്റവളെ ഷെഫീന ബീവി, എടി മറ്റവളെ, നിനക്കെന്നെ മറ്റവളെന്ന് വിളിക്കാമെങ്കിൽ എനിക്ക് നിന്നെ മറ്റവളെന്ന് വിളിക്കാം. പിന്നെ സൗകര്യമില്ലടി KHDC ഫിറോസ് തന്ന വീട്ടിൽ നിന്ന് ഇറങ്ങാൻ. നീ ഒന്ന് ഇറക്കി കാണിക്കടി. നീ പെണ്ണാണെങ്കിൽ എന്നെ ഇറക്കി കാണിക്കടി. നീ കൊറേ നേരമായല്ലോ നീ എനിക്കിട്ടിട്ടോ ഉണ്ടാക്കാൻ തുടങ്ങിട്ട്. നീ ആരാന്നടി നിന്റെ വിചാരം? എടി സൗകര്യമില്ലടി അവിടുന്ന് ഇറങ്ങിത്തരാൻ. നീ കൊണ്ട് കേസ് കൊടുത്ത് തന്നെ ഇറക്കടി. അച്ഛൻ അതിനെ സപ്പോർട്ട് നല്ലത് വരട്ടെ, മുന്നോട്ട് നീങ്ങിക്കൊള്ളാനാണ് അവളടുത്ത് പറയുന്നത്. ഞാൻ ഇന്ന് നാളെ വീട്ടിൽ ചെന്ന് പാപ്പോട്ടെ. സാന്തകല്ലേ നമ്മുടെ മുറ്റത്ത് നിന്ന് അച്ഛന്റെ വീട് അപ്പുറത്താണ്. ഈ ബാക്കിൽ നിന്ന് തപ്പിത്തപ്പിക്കുന്ന പച്ചക്കിളി ഏതടേ? ഈ കിളി ഏതടേ? ഒരു പിടിയും കിട്ടല്ലോ. പുതിയ ഏതോ ഭടനാണല്ലോ യുദ്ധഭൂമിയിൽ. ആരാ ഇത്? ആരാ? ഇതിനെ ആർക്കെങ്കിലും അറിയാവോ? ഞാൻ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എവിടെയോ എന്നോ എനിക്കിട്ടുണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് ഈ പച്ചക്കിളി. പക്ഷെ എനിക്ക് അങ്ങോട്ട് ആളെ കത്തുന്നില്ല. ഞാൻ സെർച്ച് ചെയ്ത് നോക്കിയായിരുന്നു, എനിക്ക് ഒരു തരത്തിലും കിട്ടണല്ലേ. അല്ലെങ്കിൽ അതിന്റെ രണ്ട് വർത്തമാനം കൂടി എടുത്തു വെച്ചിട്ട് രണ്ട് ഇടി കൊടുത്തിട്ട് വിടാമായിരുന്നു. പക്ഷെ ഞാൻ സെർച്ച് ചെയ്തിട്ട് കിട്ടില്ല. പോട്ട്. അങ്ങനെ ആ പച്ചക്കിളിയെ ആർക്കെങ്കിലും കണ്ടു പരിചയമുണ്ടെങ്കിൽ ഒന്ന് താഴെ കമന്റ് ചെയ്തേക്ക്. പേരൊന്നും പറയണമെന്നില്ല, തുപ്പി കാണിച്ചാൽ മതി, അത്രയും മതി. എനിക്ക് മനസ്സിലാവും. പക്ഷെ ഞാൻ തപ്പി കേട്ടാ, കിട്ടിയില്ല. കിട്ടാത്തോണ്ട് അങ്ങ് വിട്ട് പോട്ടെ. എന്തായാലും അട്ടകളെ പിടിച്ച് മെത്തകളിലും മറ്റും കിടത്തി അതും മറ്റും കിടക്കൂല എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് മനസ്സിലാക്കണം. അപ്പൊ ചോദിക്കും, നിനക്ക് വേറെ പണിയൊന്നുമില്ലടേ? ഈ കീടങ്ങളെ എടുത്തിട്ട് വീഡിയോ ചെയ്യാണ്ട് വേറെ പണിയൊന്നുമില്ലേ? എനിക്കല്ലെങ്കിൽ ഈ കീടങ്ങളെ 10 പറയുമ്പോൾ ഒരു മനസ്സുഖം കിട്ടും. ഞാൻ അങ്ങനെ ആലോചിച്ചു വന്നപ്പോൾ എന്റെ മനസ്സുഖം ഞാൻ നോക്കിയപ്പോലെ. അങ്ങനെയാണ് ഞാൻ വീണ്ടും ഈ തീരുമാനത്തിലേക്ക് എത്തിയത്. എന്തായാലും കൊള്ളാം. അപ്പൊ ചോദിക്കുക, റീച്ച് ഇല്ലാത്തതുകൊണ്ട് വേറെ കണ്ടന്റ് ഉണ്ടാക്കാനാണെന്ന്. നിങ്ങൾ ഉറപ്പായിട്ട് നോക്കിക്കോ. ഈ വീഡിയോയുടെ വ്യൂവർഷിപ്പും എന്റെ ബാക്കിയുള്ള വീഡിയോയുടെ വ്യൂവർഷിപ്പും നിങ്ങൾ നോക്കിയാൽ മതി. ഇപ്പം ഇടക്കാലത്ത് ഏറ്റവും കുറവ് വ്യൂവർഷിപ്പ് ഈ വീഡിയോയ്ക്ക് ആയിരിക്കും, കൺഫേമാണ്. എങ്കിലും എന്റെ മനസ്സുഖത്തിന് 10 പറഞ്ഞിട്ട് പോകുമ്പോൾ എനിക്ക് കിട്ടുന്ന ഒരു ആശ്വാസം ഉണ്ടല്ലോ, അത് മതി. ഞാനത് മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ. വീഡിയോ ആദ്യമായി കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് എടുക്കാനും മറക്കണ്ട. എന്തായാലും രേണുസുതി റോട്ടിൽ കിടന്ന് തള്ളക്കി വിളിയാണ്. വേറെ ആരുമില്ല, ഷെഫീന ബീവിയാണ് തള്ളക്കി വിളിച്ചുകൊണ്ടിരിക്കുന്നത്. റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ചൊന്നുമില്ല. ഇവളുടെ ഉടായ്പകൾ മൊത്തം ഷെഫീന ബീവിയെ മാത്രമല്ല എല്ലാവരും പൊളിച്ചെടുക്കാറുണ്ട്. പണ്ട് ഞാൻ ഒരു സമയത്ത് ഇത് തന്നെയായിരുന്നു എന്റെ പരിപാടി. അങ്ങനെ പൊളിച്ചടിക്ക് നാറെ നത്താൻ കൊട്ടി ചീഞ്ഞ് അളിഞ്ഞ കേസുകളാണ്. അതുകൊണ്ട് നമ്മൾ മൈൻഡ് ചെയ്യുന്നില്ല, പൊട്ടുപുല്ല്. അതിന് ഷെഫീന ബീബി വെക്കിട്ട് നല്ല മറുപടി കൊടുത്തിട്ടുണ്ട്. അത് വേറൊന്നും കൊണ്ടല്ല, ബിഷപ്പിന്റെയൊക്കെ കേസിൽ ഇവള് ബിഷപ്പിനെയൊക്കെ അത്രയും വളരെ മോശമായിട്ട്, അതും അത്രയും നല്ലൊരു പൊസിഷനിലിരിക്കുന്ന ഒരു വ്യക്തിയെ വളരെ മോശമായിട്ട് ചിത്രീകരിച്ചതിനെ തുടർന്നിട്ട് ഷെഫീന ബീബി എന്ന് പറയുന്നവര് ഇവക്കിട്ട് താങ്ങിയിട്ടുണ്ടായിരുന്നു. അതിനെ തുടർന്ന് റോട്ടിൽ കിടന്ന് മാസ് കാണിക്കണം എന്നാണ് വിചാരം. ഇതിനേക്കാളും പട്ടത്തിന്റെ എത്തി ചവിട്ടിയിട്ട് എഴുന്നേറ്റ് നിന്നിട്ട് വീണ്ടും ഒന്നുകൂടി ഇരുന്ന അവസ്ഥയാണ് എനിക്ക് ഫീൽ ചെയ്തത്. വളരെയധികം മാസം എന്നാണ് ഇവളുടെയൊക്കെ വിചാരം. എന്തോന്നടേ അയ്യേ, ഇതൊക്കെ ഒരു മാസാ? അയ്യയ്യ 2-3 ദിവസം മുന്നേ, 2-3 ദിവസമല്ല, എനിക്ക് തോന്നുന്നു ഐ തിങ്ക് ഒരാഴ്ച മുന്നേ ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. വേറെ ഒന്നുമില്ല, പോലീസ് സ്റ്റേഷന്റെ ഓപ്പോസിറ്റ് അവിടെ എന്തോ ഉദ്ഘാടനം എന്താ കിട്ടിയെന്ന് തോന്നുന്നു. അവിടെ പോയി നിന്നും കൊണ്ട് കണ ഇവിടെ നിന്ന് എനിക്ക് നീതി കിട്ടാത്ത വലിയ സ്റ്റേഷൻ. ഇപ്പോഴത്തെ സാറുമാരൊക്കെ കൊള്ളാന്ന് തോന്നുന്നു. അന്നിരുന്ന സാറുമാരൊന്നും കൊള്ളില്ല. ഈ സെറ്റപ്പ് ഒരു സാമാന്യ ഡയലോഗ് അടിച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു. ഓർമ്മയുണ്ട്, നമ്മൾ മറക്കൂല. അപ്പോൾ അത് വിട്, തീട്ട കേസുകള് എന്നെയൊക്കെ ചവിട്ടിയൊന്നാറും അത് വേറെ കേസ്. എന്തായാലും യുദ്ധഭൂമിയിൽ പുതിയൊരു അപരാധവും വന്നിട്ടുണ്ട് പച്ചക്കിളിയായിട്ട്. അങ്ങനെയൊക്കെ നിൽക്കുന്നുണ്ട്. നമുക്ക് നോക്കാം. ആദ്യം നമ്മുടെ രണസിനയുടെ തെറിവിളി ആട്ടം കൊണ്ടാട്ടം കണ്ടിട്ട് തന്നെ നമുക്ക് ഐശ്വര്യമായിട്ട് ആരംഭിക്കാം. എടി മറ്റവളെ ഷെഫീന ബീവി, എടി മറ്റവളെ, നിനക്കെന്നെ മറ്റവളെന്ന് വിളിക്കാമെങ്കിൽ എനിക്ക് നിന്നെ മറ്റവളെന്ന് വിളിക്കാം. പിന്നെ സൗകര്യമില്ലടി KHDC ഫിറോസ് തന്ന വീട്ടിൽ നിന്ന് ഇറങ്ങാൻ. നീ ഒന്ന് ഇറക്കി കാണിക്കടി. നീ പെണ്ണാണെങ്കിൽ എന്നെ ഇറക്കി കാണിക്കടി. നീ കൊറേ നേരമായല്ലോ നീ എനിക്കിട്ടിട്ടോ ഉണ്ടാക്കാൻ തുടങ്ങിട്ട്. നീ ആരാന്നടി നിന്റെ വിചാരം? എടി സൗകര്യമില്ലടി അവിടുന്ന് ഇറങ്ങിത്തരാൻ. നീ കൊണ്ട് കേസ് കൊടുത്ത് തന്നെ ഇറക്കടി. അയ്യേ, നീ ആരാന്നാ നിന്റെ വിചാരം? എനിക്ക് നിന്നോടാ ചോദിക്കാനുള്ള രനുഷിനി, നിന്നോടാ എനിക്ക് ചോദിക്കാനുള്ള. നീ ആരാന്നാ നിന്റെ വിചാരം? അതുലേ ഓക്കെ. അപ്പൊ നീ ആരാന്നാ നിന്റെ വിചാരം? KHDC ഫിറോസ് തന്ന വീട് നിനക്ക് ഇറങ്ങാൻ സൗകര്യമില്ലെന്ന് പറയുന്നുണ്ടല്ലോ. നാണമില്ലാണ്ട് അവിടെ വലിഞ്ഞേറി കിടക്കുന്നില്ലേ? അത് തന്നെ വലിയ കാര്യം. എന്നിട്ട് അവരെ മൊത്തം മറ്റേടത്ത് വർത്തമാനങ്ങളും വിളിച്ച് പറഞ്ഞ് വസ്തു തന്ന ആളെയും ചെളിവാരി അടിച്ച്, വീട് വച്ച് തന്നവരെയും ചെളിവാരി അടിച്ച്, വീണ്ടും നന്ദികേട് കാണിച്ചിട്ട് അവിടെ തന്നെ കയറി കിടന്ന് ഞാരങ്ങാണ്. എന്നിട്ട് ന്യായീകരണം. ഇതൊക്കെ എന്നെ കൊണ്ട് പറയിപ്പിക്കുന്നതാണ്. വേണ്ടെന്ന് വെച്ച് വിട്ടിട്ട് പോയാലും വാദം പറയിപ്പിക്കുന്നതാണ്. നന്ദികേടിന്റെ മറ്റേ അടുത്ത പീക്ക് ലെവൽ കാര്യങ്ങൾ മാത്രം കാണിച്ചുകൊണ്ടിരിക്കും.
എന്നിട്ട് കാ കൂക്കി എന്ന് കിടന്ന് വിളിക്കും. നാണമില്ലേ? നിനക്കൊരു ഉളുപ്പ് എന്ന് പറയുന്ന സാധനം തോന്നുന്നില്ലേ രേണു? എന്തുവാ ഇത്? ഇങ്ങനെ സ്ത്രീകളാ? ബാക്കി മാന്യമായിട്ട് നല്ല ക്വാളിറ്റിയിൽ ജീവിക്കുന്ന സ്ത്രീകൾക്ക് കൂടി അപമാനമായിട്ട് അപരാധങ്ങളും കാണിച്ചും കൊണ്ട് ഇറങ്ങിക്കോളും. ഒന്നും പറയാനില്ല. ഇനി വേറൊരു സാധനമുണ്ട്, ഒരു സജിന. പക്ഷെ എന്റെ അമ്മോ, ഇതൊക്കെ എവിടെ നിന്നാ കുറ്റിയും പറിച്ചുകൊണ്ട് വരുന്ന? ഈ മറ്റേ എന്തോന്ന് പറയാ, അട്ടകളുടെ ഒരു സംസ്ഥാന സമ്മേളനം. ഇതിനെല്ലാത്തിനെയും കൂടി പിടിച്ച് മെത്തേ കിടത്തി അതെല്ലാം കൂടി കിടക്കും. അതൊക്കെ എവിടെ പോകും? തീട്ടത്തി പോവും ആ ടീമുകള്. ഇതിന്റെ കൂടെ ഇപ്പൊ ബാക്കിൽ വരുന്ന ഒന്ന് പച്ച നിക്കാണ്. കഷ്ടം. ഇതിന്റെയൊക്കെ വായ്ത്താളങ്ങൾ കേട്ട് കഴിഞ്ഞാൽ ഇത് എന്നെ പോട ആ സെറ്റപ്പിലാണ് നിൽക്കുന്നത്. എന്തോന്നട ഇതൊക്കെ? നിനക്കൊക്കെ ഒരു പണിയില്ലേ? സജിനയുടെ പറച്ചിൽ കേട്ട് കഴിഞ്ഞാൽ ഇവള് സാമൂഹിക വിഷയങ്ങളിലെല്ലാം ബന്ധപ്പെട്ട് ഏർപ്പെട്ട് അതിനെയൊക്കെ പറ്റിയിട്ട് ചർച്ച ചെയ്തിട്ട് ഇടയ്ക്ക് ഗ്യാപ്പ് കിട്ടുമ്പോൾ മാത്രം രേണുസുതിയെ കുറിച്ച് ചർച്ച ചെയ്യുന്നതാണ് അവളുടെ സംസാര രീതി. ഇന്നേ വരെ നിന്റെ ചാനലിൽ രേണുസുതി അല്ലാതെ മറ്റൊരു കണ്ടന്റ് നീട്ടിയിട്ടുണ്ടോ? കോപ്പ് രേണുസുതി. ഇവിടെ നിന്ന് കുറെ അന്തങ്ങൾ കയറി അവിടെ പേരിപ്പുണ്ട്. രേണുസുതിയെ ശരണ എന്ന് പറയുന്ന കുറെ വിവരദോഷികളും കുറെ അന്തങ്ങളും ഇവളുമാരുടെ ചാനലിൽ പോയിരുന്നു ഇങ്ങനെ തൊഴുതാണ്ടിരിക്കും. രേണുസുതിയെ പറ്റി നല്ല ഈ സെറ്റപ്പിലിരിക്കും കുറെ കഴിപ്പണം കേട്ട സാധനങ്ങൾ. ഇതൊക്കെ കാണാൻ ഇതിനെയൊക്കെ സപ്പോർട്ട് ചെയ്യാനും കുറെ വിവരദോഷികൾ. മടൽ വെട്ടി അടിച്ചാലും തീരില്ല. ആസിഡ് മഴ പെയ്യിപ്പിക്കണം ഇതിന്റെയൊക്കെ നെഞ്ചത്തൂടി. അമ്മാതിരി കോപ്രായങ്ങളാണ് കൂട്ടി വയ്ക്കുന്നത്. ശജിനാഭിലാഷി വേറെ മറ്റേ ബാക്കി കിടന്ന സാധനത്തിന് തപ്പി എനിക്ക് കിട്ടിയില്ല. അല്ല അതിനെ കൂടി 10 പറഞ്ഞിട്ട് ഞാൻ പോവായിരുന്നു. നിന്ന് കിണിച്ചോണ്ടിരിക്കുകയാണ്. ഇവളുടെയൊക്കെ വിചാരം ഇവള് മരെല്ലാം ഭരിച്ചോണ്ടിരിക്കുകയാണ്. അയ്യോ എടി, നീയൊക്കെ ഇവിടെ യൂട്യൂബിൽ വീഡിയോ ഇടുന്നു എന്ന് പറഞ്ഞ് കയറി ഇരിക്കുന്നുണ്ടല്ലോ. ഇന്നേ വരെ എന്തെങ്കിലും ഒരു കോണ്ടന്റ് എടുത്ത് ചെയ്തിട്ടുണ്ടോ? മൊത്തത്തിൽ വരുന്ന എന്തെങ്കിലും ഒരു വിഷയം അല്ലെങ്കിൽ ഒരു കോൺട്രവേഴ്സി അല്ലെങ്കിൽ അത്രയും വാലിഡ് ആയിട്ടുള്ള ഒരു വിഷയത്തിൽ കയറി അഭിപ്രായം പറഞ്ഞിട്ടുണ്ടോ? ഇമ്മാതിരി ചീഞ്ഞ അളിഞ്ഞ കേസുകൾ കിടന്ന് സംസാരിച്ച് കൊണയടിക്കുന്നതല്ലാണ്ട് എന്തേലും നെവർ എവർ. ഒരു പച്ചക്കിളി ഇറങ്ങിയിരിക്കണേ, അവക്ക് നാണാ. നോക്കിയോ ഞാൻ കാണിച്ചു തരാം. അയ്യോ മടലും കിട്ടണില്ല കയ്യില്. വ്ലോഗ് ചെയ്ത എനിക്ക് പിന്നെ അയ്യോ ബിഷപ്പ് കൊണ്ട് പരാതി വരെ കൊടുത്തു. പിന്നെ ഇപ്പൊ ഏറ്റവും വലിയ വിറ്റെന്താന്നറിയാവോ? രേണുവിനെതിരായും എനിക്കെതിരായും ആര് വീഡിയോ ഇടുന്നു ആ വീഡിയോയുടെ ആദ്യത്തെ കമന്റ് ആരുടെന്നറിയാവോ? ജീസസിന്റെ. ഞാൻ അന്നേരം കയറി ചോദിച്ചു, അച്ഛന് വേറെ ജോലി ഇല്ലേ അച്ഛോ? ഈ രേണുവിന്റെ മോശം പറയാ എന്നെ മോശം പറയാൻ ചെയ്യുന്നവരുടെ താഴെ പരിസരത്ത് ന്യായത്തിന്റെ കൂടെ നിന്നല്ല ഈ ചേച്ചിയുടെ മോനെ പറഞ്ഞിട്ട് ആ റൗണ്ട് ചെയ്തിട്ടതിനും അച്ഛൻ അതിനെ സപ്പോർട്ട് ചെയ്യുന്നു. നല്ലത് വരട്ടെ, മുന്നോട്ട് നീങ്ങിക്കൊള്ളാനാണ് അവളടുത്ത് പറയുന്നത്. ഞാൻ ഇന്ന് നാളെ വീട്ടിൽ ചെയ്യല്ലേ പാപ്പോട്ടെ. ഭാടമില്ലാത്ത വർഗങ്ങളെ. ആ അച്ഛന്റെ അവസ്ഥ നിങ്ങൾക്ക് അറിയാവോ? ബിഷപ്പ് നോബൽ ഫിലിപ്പ് അമ്പലവേലി എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ അവസ്ഥ നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഈ വിവരദോഷികളെ നമ്പല്ലേ, ഇതിനൊന്നും അല്ലാതെ ചിന്തിച്ചിട്ടുണ്ടോ? കയ്യിലിരുന്ന് നല്ല ഒന്നാം തരം വസ്തു എടുത്ത് ഈ സാധനത്തിനൊക്കെ കൊടുത്ത് സഹതാപത്തിന്റെ പേര് കൊടുത്തതാണ്. തിരിച്ചൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല കൊടുത്തത്. പക്ഷെ തിരിച്ച് കിട്ടി, അണ്ണാക്കി കിട്ടി. അങ്ങനെ അവസ്ഥ ഉള്ള കാര്യം പറയാം, വല്ലാത്ത അവസ്ഥ. അങ്ങോട്ട് നന്ദി ചെയ്തിട്ട് ഇങ്ങോട്ട് തളക്കി വിളിയാക്കുന്ന അവസ്ഥയെ അത് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. സത്യം എന്നെ കൊണ്ടൊന്നും കൺട്രോൾ ചെയ്യാനേ പറ്റത്തില്ല. അത് അദ്ദേഹം ആയതുകൊണ്ട് ഇങ്ങനെ കൺട്രോൾ ചെയ്ത് പോകുന്നുണ്ട്. സീരിയസ്ലി ഞാൻ പറയാം. സത്യം പറഞ്ഞാൽ ഞാനാണ് ബിഷപ്പിന്റെ സ്ഥാനത്തെങ്കിൽ ഇവളുടെയൊക്കെ വീട്ടിൽ കയറിയിട്ട് ഇറങ്ങണി എന്റെ വസ്തു എന്ന് പറഞ്ഞാൽ വലിച്ചെടുത്ത് വെളിയിട്ടാൻ എനിക്ക് അത്രയ്ക്ക് പൊള്ളിയാണ്. ഞാൻ ഇങ്ങനെ എന്തെങ്കിലും സഹായം ചെയ്തിട്ട് ഇമാതിരി മറ്റേ അടുത്ത തന്തയില്ലാത്ത പരിപാടി എൻ്റെ അടുത്ത് കാണിച്ചു കഴിഞ്ഞാൽ ഞാൻ അതിന്റെ പീക്ക് ലെവലിലും പ്രതികരിക്കും. ബിഷപ്പിനെ പോലെ അടങ്ങിയിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ സമ്മതിക്കണം കേട്ടോ. പാവം, എനിക്ക് അവസ്ഥ ആലോചിക്കുമ്പോൾ സഹതാപം തോന്നുന്നു. കാരണം ഇത്രയും ആ ഒരു കയ്യിലിരുന്ന പൈസ കൊടുത്ത് കടിക്കണ പട്ടിയെ വാങ്ങിയ പോലെ ആയ അവസ്ഥ. ആ വസ്തു എടുത്ത് കൊടുത്തു. ഇത്രയും വൃത്തികെട്ട സാധനങ്ങൾക്കാണല്ലോ കൊടുത്തത്. അതാണ് ഞാൻ നേരത്തെ തുടക്കത്തിൽ ഇടക്കിടക്ക് പറഞ്ഞു, അട്ടയെ പിടിച്ച് മെത്തേ കിടത്തി അത് കിടക്കും, അത് തീട്ടക്കുഴി തന്നെ പോകും. ആ ടീം ഒന്നും പറയാനില്ല, അംഗീകരിച്ചിരിക്കുന്നു. 100ൽ 100 തന്ന് രേണുസുതി പിന്നെ മറ്റേ 2 അവതാരങ്ങളെ അംഗീകരിച്ചിരിക്കുന്നു. വച്ചോ അയ്യോ മുത്തു മണികൾ തങ്കക്കൂട്ടം ചെല്ലക്കൂട്ടം തക്കുട്ട് വാവ തക്കുട്ട് വാവ ചുങ്കുട്ട് വാവ ചുച്ചുട്ട് വാവ. ദയവ് ചെയ്തിട്ട് ബിഷപ്പ് പറ്റുവാണെങ്കിൽ എല്ലാത്തിനും മടൽ വെട്ടി അവിടെ നിന്ന് അടിച്ചു ഓട്ടിച്ചു വിടും. അത്ര ഇതൊക്കെ എന്തോന്നേ, ഇതിന്റെയൊക്കെ വിചാരം എന്താ ഞാൻ പറഞ്ഞിട്ടാ?
ഞാൻ തന്നെ റാണി നീങ്ക തന്നെ റാണ എന്നുള്ള രീതിയിലാണ് ഇതൊക്കെ വന്നിരിക്കുന്നത്. തല്ല നമ്മൾ പറയുന്നതാണ് കറക്റ്റ്. നമ്മൾ വേറെ ലെവലാണ്. നമ്മളിവിടെ മറ്റേ അടുത്ത ഇലക്ഷന് വന്നു കഴിഞ്ഞാൽ മറ്റേ കൊടിയും കൊണ്ട് പോകും എന്നുള്ള മൈൻഡ് സെറ്റിലാണ് ഇതൊക്കെ നിൽക്കുന്നത്. ഇതിന്റെയൊക്കെ വിചാരം ഇതൊക്കെ എന്തോ സംഭവം ആയെന്നാണ് കേട്ടോ. ഭയങ്കര നമ്മളെന്തോ വലിയ സംഭവമായി. ഇനി നമ്മളെ തടുക്കാനും നമ്മളെ നിയന്ത്രിക്കാനും ഇവിടെ ആർക്കും പറ്റത്തില്ല എന്നുള്ള രീതിയിലാണ് ഈ രേണുസുതിയാലും കൂടെ വയ്ക്കുന്ന രണ്ട് അവതാരങ്ങളും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. പറഞ്ഞിട്ട് കാര്യമില്ല, വരാനുള്ളത് വഴി തങ്ങൂല. ഇതിന്റെയൊക്കെ വിവരക്കേടാണ്, വിവരമില്ലായ്മ. പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അറ്റേ പിടിച്ച് മെത്തെ കിടത്തിയ മെത്ത നാറുന്നതല്ലാണ്ട് അട്ട ഇരിക്കത്തുമില്ല, നന്നാവത്തുമില്ല. പോട്ട് കാണുന്നതല്ലേ നമ്മുടെ മുറ്റത്ത് നിന്ന് അച്ഛന്റെ വീട് അപ്പുറത്താണ്. ഞങ്ങൾ ഇങ്ങനെ കാണും, അവിടെ നിന്ന് കാണും, ഞാൻ ഇവിടെ നിന്ന് കാണും. അല്ലേ അച്ഛാ? എന്നിട്ട് പറയുന്നത് ധൈര്യമായിട്ട് മുന്നോട്ട് പോയിക്കോ, ഞങ്ങളൊക്കെ പുറകിലുണ്ടെന്ന്. ലക്ഷം പിന്നാലെയെന്ന് അച്ഛൻ പറയും. അവിടെ തിരിഞ്ഞു നോക്കുമ്പോ ആരും കാണത്തില്ല. അതുകൊണ്ട് അച്ഛൻ മര്യാദയ്ക്ക് പ്രാർത്ഥിച്ചിരിക്കും. ഞാനതാ പറഞ്ഞത്. ഇപ്പൊ ഒരു വീട് കൊടുത്തത് കാണിച്ചു. അതിനകത്ത് ഞാൻ നല്ല രീതിയിൽ കമന്റ് ഇട്ടു. ആർക്കോ കൊടുത്തു. അപ്പൊ ഞാൻ പറഞ്ഞ് അച്ഛ ദാനം കൊടുക്കും. അച്ഛാ, ഞാനൊരു കാര്യം കേട്ടോ ഫാദർ, വേറൊന്നുമില്ല. ഇനിയെങ്കിലും അർഹതപ്പെട്ട കൈകളിൽ കൊടുക്കണം. അങ്ങേക്കൊരു തെറ്റ് പറ്റി. ജീവിതത്തിൽ എല്ലാ മനുഷ്യന്മാർക്കും തെറ്റ് പറ്റാറുണ്ട്. അതുപോലെ അങ്ങേക്ക് പറ്റിയൊരു തെറ്റെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് തിരുത്തുക, അർഹതപ്പെട്ട കൈകളിൽ മാത്രം സഹായം ചെയ്യുക. കേട്ടാ, അത് ഇതുപോലത്തെ ഇത് തീട്ടൊന്നും പറയാൻ പറ്റത്തില്ല. അതിനേക്കാളും 2 ദിവസം പുഴുങ്ങാൻ വെച്ചതുപോലത്തെ അവസ്ഥയാണ്. ഇതൊക്കെ എവിടെ നിന്നാണ്? ഇത് എന്ത് സാധനമാണ് ഇതൊക്കെ? അശ്ശീ, 3 അവതാരങ്ങൾ. അവതാരപ്പിറവിയുടെ രൗദ്ര തക്കടു വാവാള് എന്തോന്നണേ. സത്യം പറയാലോ, എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അതിൽ കാലൊക്കെ വരുമ്പോ തരിച്ചു ചേർന്ന് വായിൽ വല്ലതൊക്കെയാണ് വരുന്നത്. അമ്മാതിരി തീട്ട കേസുകളായി പോയതൊക്കെ. അയ്യോ, പുണ്യ പ്രവൃത്തിയാണ് അത്. ആ ദൈവത്തിന്റെ ഒരുപാട് അനുഗ്രഹം കിട്ടും. പക്ഷെ കൊടുത്തതോ കൊടുത്ത്. ഇനി ഇത് ഞാൻ കൊടുത്തയാണേ എന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയയുടെ മുന്നിൽ വരല്ലേ അച്ഛോ. അച്ഛൻ്റെ അടുത്ത് സ്നേഹം ഉള്ളതുകൊണ്ട് പറയും. എന്തായാലും നിന്നേക്കാ പോലെ അത്രയും ചീഞ്ഞ ആളൊന്നുമല്ല അങ്ങേര്. അദ്ദേഹം നല്ല രീതിയിൽ തന്നെയാണ് ജീവിച്ചു പോകുന്നത്. നിന്നെയൊക്കെ പോലെ ഇത്രയും ചീഞ്ഞ രീതിയിലും ഇത്രയും അപരാധത്തിന്റെ പീക്ക് ലെവലിലും അല്ല ജീവിച്ചു പോകുന്നത്. സജിന, നിന്നെ കുറിച്ച് നിന്റെ ചരിത്രം അടക്കം വന്ന് പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട്. വേണ്ട, വോട്ട് പുല്ലെന്ന് പറഞ്ഞാൽ എടുത്ത് കളഞ്ഞതാണ്. എന്തിന്, നമുക്കെന്തിന്? ഞാൻ എപ്പോഴും ഈ സോഷ്യൽ മീഡിയയിൽ വരുന്ന കാര്യങ്ങൾ എടുത്ത് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ ചോദിക്കും, രേണുവിന്റെ ചരിത്രം നീ കുത്തിപ്പൊക്കില്ലെന്ന്. കുത്തിപ്പൊക്കി. എന്തുകൊണ്ട് കുത്തിപ്പൊക്കി? അവള് സോഷ്യൽ മീഡിയയിൽ വന്ന് പറഞ്ഞു പല കള്ളങ്ങളും, അവളുടെ ചരിത്രത്തിനെ പറ്റിയിട്ട് പല കള്ളങ്ങളും അവളെ പറഞ്ഞപ്പോ അതിനെ പൊളിച്ചടിക്കും. അത്രേ ഉള്ളൂ. ദാറ്റ്സ് ഓൾ. യുവർ ഓണർ, ഐ കൻ മാനേജ് ഇറ്റ്. അത്രേ ഉള്ളൂ. മനസ്സിലായോ? അതുകൊണ്ട് അതിലും ഇതിലോട്ട് കമ്പയർ ചെയ്യാൻ നിൽക്കല്ലേ. സജിനയുടെ ഒക്കെ ചരിത്രം എടുത്ത് അടിച്ചു കഴിഞ്ഞാൽ സജിന അതോടെ വീഴും. എനിക്ക് വയ്യ. പിന്നെ ഞാൻ ഈ തീട്ടൻ ലൂപ്പിൽ പെടാൻ ആഗ്രഹിക്കുന്നില്ല. റിലവന്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ ചെയ്ത് പോകുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് നിങ്ങളെയൊക്കെ വന്നിട്ടൊന്ന് ഹായൊക്കെ കാണിച്ച് 2 കൊട്ട് വന്നിട്ട് പോകുമ്പോ നമുക്കൊരാശ്വാസം. നമ്മുടെ സന്തോഷം നമ്മൾ നോക്കിയപ്പോ ഒരേ കടവുളേ പോട്ടെ. ബാക്കി കമന്റ് ഇട്ടിട്ടുണ്ട്. സത്യമാണ്. നമ്മളൊരു ദാനം ചെയ്ത് അത് സോഷ്യൽ മീഡിയയിൽ വൈറലുമായി. പിന്നെ അതിന്റെ പുറമെ നടന്ന് ഇതാക്കരുത്. അതേണക്ക് ഈ വരുന്ന ഈ ഏതാടാ ഈ 3 നടുക്കിക്കണമൊക്കെ? രനസിന, ബിഗ് ബോസ് താരം. ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ അവർക്ക് പറ്റിയ ഏറ്റവും വലിയ അബദ്ധം നടുക്കിക്കണ രേണു. ഇതുപോലെ ഒരു അബദ്ധം ബിഗ് ബോസിന് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതിനേക്കാളും കൂടെ ഇരിക്കണ സച്ചിനെ എടുത്താൽ മതി. ബിഗ് ബോസ് അവിടെ പോയി 2 കാട്ടവരാതെങ്കിലും കടിച്ചേട്ടെ. ഇതുപോലെ ഒരു വാഴയായിട്ട് അവിടെ പോയി നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. അതുപോലെ അങ്ങനെ ബിഗ് ബോസ് ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ അബദ്ധമാണ് ബിഗ് ബോസിന് പറ്റിയ രേണുസുതി എടുത്തത്. അവിടെ പോയി പൈസ നഷ്ടം, ചുമ്മാ ആവശ്യമില്ലാതെ അയപ്പം കൊടുത്ത് കയറ്റി അവിടെ പോയി എന്റെ തത്തമ്മ തൊപ്പിയാ എന്നിരുന്ന കോമഡി പീസുകൾ തന്നെ ഇതൊക്കെ. ൊക്കെ വ്ലോഗിന് താഴെ വന്ന് കമന്റ് വിട്ട് ആ വില കളയരുത്. പിന്നെ വേറെ ഒരാളുണ്ട്, അവരുടെ മോനെ ആരാണ്ടേ പറഞ്ഞപ്പം പൂക്കുല എടുത്തോണ്ട് തുള്ളി മറിഞ്ഞ് അവർക്കെതിരെ വീഡിയോ ഇട്ട വ്യക്തി എന്റെ മോന്റെ ഫോട്ടോ, അതും പ്രായപൂർത്തിയാകാത്ത, അപ്പൊ ഒരു 16 വയസ്സുള്ള എന്റെ കുഞ്ഞിന്റെ ഫേസിൽ റൗണ്ട് വരച്ച് ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടതിന് എതിർ വീഡിയോ ഞാൻ ചെയ്തതിന് അതിന് അവര് വന്ന് സപ്പോർട്ട് ചെയ്തിരിക്കുന്ന ആ വ്യക്തി. അപ്പൊ ഇവരുടെ വ്യക്തിത്വം എന്താണെന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പൊ ഒരു ഞാൻ പോയതിനു ശേഷം ഈ യൂണിവേഴ്സിൽ എന്തൊക്കെയോ സംഭവിച്ചേട്ടാ. ഈ യൂണിവേഴ്സിൽ എന്തൊക്കെയോ നടക്കുന്നു. അവിടെ എന്തൊക്കെയോ വലിയ ചർച്ചകളും വലിയ പോരാട്ടങ്ങളും വലിയ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. എന്തൊക്കെയോ അവർക്ക് തന്നെ അറിയാം.
അപരാധങ്ങളും അപരാധത്തനങ്ങളും കാട്ടിക്കൂട്ടി എന്തൊക്കെയോ വലിയ ലൂപ്പൊക്കെ ക്രിയേറ്റ് ചെയ്ത് പരസ്പരം തള്ളക്കുകളിയും പിള്ളക്കുളിയായിട്ടൊക്കെ അവരെങ്ങനെ കഴിഞ്ഞു പോന്നു. അവരുടെ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ ആയിക്കോട്ടെ. എന്നാൽ ഈ പച്ചക്കിളി ഒളിപ്പില്ല എനക്ക് വന്ന് നിൽക്കുകയാണല്ലോ. നീ എന്നെ എന്തോ പറഞ്ഞു കേട്ടോ, എനിക്ക് ഓർമ്മയില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവളുടെ വീഡിയോ ആ ഒരു സമയത്തെങ്ങാണ്ട് ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് തപ്പിയിട്ടുള്ള കിട്ടണമില്ല, കിട്ടാൻ വേണ്ട പാട്ട് പുല്ല് എവിടെയെങ്കിലും പോയി തീരിട്ട് എന്തായാലും ചെയ്തിട്ട് കോപ്പിലോ അത്രേ ഉള്ളൂ. ഞാൻ രേണു സുധിയുടെ ലേഡി ഗുണ്ട. രേണുസുതി ശമ്പളത്തിന് കൊടുത്തേക്കുന്ന ലേഡി ഗുണ്ട. എനിക്കെതിരെ വരുന്ന കൊഞ്ചു ആന്റണിയുടെയും പിന്നെ ഏതാ അല്ല, അവളെ പേര് പറയാൻ ഉദ്ദേശിക്കുന്നില്ല ഇപ്പം. പിന്നെ ഒരു നുണ ഓ താത്തയെ കൊടുത്ത് അത് പിന്നെ ലൂണയുടെ ചാനലിന്റെ പേര് ഞാനൊന്ന് മാറ്റിയിട്ടുണ്ട്. ആ ചാനലിന്റെ പേര് ഞാൻ മാറ്റി, 2 അക്ഷരം ഞാൻ അധികം കൊടുത്തിട്ടുണ്ട്. എവിടുന്നാണ് ഇവരൊക്കെ വന്നത്? അതാണ്. ഒരു രേണുസുതിയേ ഉള്ളൂ. അയ്യോ, ഒരു രേണുസുതി ഉള്ളു, എവിടെ നിന്നല്ല ഇതൊക്കെ വരണമെന്ന്. നീ കാണിക്കുന്ന കാട്ടപരാധങ്ങളാണ് ഈ പറയുന്നവരൊക്കെ എടുത്ത് വെച്ച് അലക്കി വെളുപ്പിച്ച് തീർത്ത് ആക്കി വെക്കുന്നത്. ഹോ, എവിടെ ഒരു രേണുസുതിയേ ഉള്ളു. നീ ആരാന്നാ നിന്റെ വിചാരം? അയ്യേ കുറെ മലവാണങ്ങൾ നിന്റെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ട് നിന്റെയൊക്കെ വിചാരം ഞാൻ തന്നെ കിങ് എന്നുള്ളൊരു മൈൻഡ് സെറ്റ് നിനക്കൊക്കെ സ്വയമേ ഉണ്ട്. അയ്യേ, ആരോ നിന്നെ പറഞ്ഞ് പറ്റിച്ച് വെച്ചേക്കുക, അതും വിശ്വസിച്ചുകൊണ്ടിരിക്കുകയാണ്. വിഡ്ഢികളെ, ബോധമുള്ള ഏതെങ്കിലും മനുഷ്യൻ നിന്നെ സപ്പോർട്ട് ചെയ്യും. കോപ്പ് ചെയ്യും. നിന്റെ കൂടെ നിൽക്കുന്ന 2 നിന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നീ തന്നെ മാറി നിന്നവരെ 2 നോക്കി വെക്കും. ബോധം ഉണ്ടാ? ഇല്ല. 2 വെളിവില്ലാത്ത 2 സാധനങ്ങൾ. അതുപോലെ തന്നെയാണ് നിന്നെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ മൊത്തം. വെളിവും ബോധമില്ലാത്ത കുറെ എണ്ണം. ഹോ, എല്ലാത്തിനും കൂടെ ഒരു രേണുസുതി ഉള്ളൂ എന്ന്. നീ ആരാ? കോപ്പാണ്, കോപ്പ്. പിന്നെ ലൂണയുടെ കാര്യം പറയുന്നുണ്ടായിരുന്നു. ലൂണ ഇവക്കിട്ട് നല്ല മറുപടി കൊടുത്തിട്ടുണ്ട്. ഞാൻ കണ്ടായിരുന്നു കേട്ടോ. എൻ്റെ മറ്റേ അക്കൗണ്ടിൽ നിന്ന് പോയിട്ട് ഞാൻ അതിൽ കമൻറ്റും ചെയ്തിട്ട് ചിരി വന്നിരിക്കും. ലൂണ നല്ലപോലെ എടുത്തിട്ട് അലക്കിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ആ ഒരു ചൊറിച്ചില് സജിനയ്ക്കും ഉണ്ട്. സജിന് കരയണ്ട, നമുക്ക് പരിഹരിക്കാം. ഇങ്ങനെയൊക്കെ കരഞ്ഞാല് ചെറിയ ചെറിയ പ്രതികരണം വരുമ്പോഴേ കരയാൻ തുടങ്ങി കഴിഞ്ഞാൽ എവിടെ പോയി ഇടിച്ചിരിക്കും. നാളെ ഇനിയിപ്പോൾ എൻ്റെ നെഞ്ചത്തോട്ടായിരിക്കും പൊങ്കാലയിടാൻ വരുന്നത്. നമ്മളെ നിങ്ങളെപ്പോലെ അത്രയും പോപ്പുലർ ഒന്നും അല്ലടേ. നിങ്ങളുടെ കൂടെയിലൊക്കെ നിൽക്കുന്നല്ലോ വലിയ പോപ്പുലർ വ്യക്തികൾ. ഗോവിന്ദജാമിക്കുണ്ട് റീച്ച്, ആ ഒരു സാധനം പോട്ടെ. അങ്ങനെ അതുകൊണ്ട് എന്നെ പൊന്നു സജിനെ നമുക്കിട്ട് ചൊറിഞ്ഞു കഴിഞ്ഞാൽ ഒരു പുല്ലുമില്ല. നമ്മളിതാ ഇവിടെ കൂടി കേട്ടിട്ട് ഇവിടെ കൂടി എടുത്തെറിയുന്നതിനേക്കാളും പറയുന്നില്ല, പോട്ടെ പുല്ല്. പക്ഷേ വേറെ കാര്യമുണ്ട്. എന്റെ പേഴ്സണൽ കാര്യം ഞാൻ അവക്ക് ഷെയർ ചെയ്തപ്പോ അവൾ അത് പറയാതെ അതിനകത്ത് രേണുവിനെ കയറ്റിയിട്ട്. കാരണം എന്ത് കണ്ടന്റ് റീച്ച്. അതാ പറഞ്ഞ രേണു എന്ന് പറഞ്ഞാലേ റീച്ച് ഉള്ളൂ. നമ്മുടെ പേഴ്സണൽ കാര്യം പറഞ്ഞപ്പോഴും അവൾ അതിനെക്കുറിച്ച് സംസാരിക്കാതെ രേണുവിനെ കുറിച്ചാണ് സംസാരിച്ചത് മൊത്തം. അപ്പോ രേണുവിന് അതിനെക്കുറിച്ച് ചത്തുപോയവരൊക്കെ എങ്ങനെ റീച്ച് ഉണ്ടാക്കുന്ന അതെ. അല്ല, മനുഷ്യ സ്വാഭാവികമല്ല. മരിച്ചു കഴിഞ്ഞാൽ എന്തോ ചെയ്യും. രേണുസുതി മരിച്ചു കഴിഞ്ഞാൽ എന്തോ ചെയ്യും? എത്ര ആൾക്കാർ പട്ടിണി കിടന്ന് ചത്തുപോകുമെന്നറിയാമോ? നീയൊക്കെ ആദ്യം വിവരമില്ലാത്ത സാധനങ്ങളെ നമ്മുടെ എല്ലാവരുടെയും ചാനലെടുത്ത് നോക്ക്. ഏറ്റവും കൂടുതൽ വ്യൂവർഷിപ്പ് ഉള്ള രേണുസുതിക്ക കോപ്പാണ് ഇരിക്കുന്നത്. 7 ലക്ഷത്തിനും 10 ലക്ഷത്തിനും 30 ലക്ഷത്തിനും മേളിൽ വ്യൂവർഷിപ്പ് ഉണ്ടായിട്ടുള്ള വീഡിയോ ഉണ്ട് എന്റെ ചാനലിൽ. അതൊന്നും രേണുസുതിയല്ലേ. രേണുസുതിയുടെ മാക്സിമം ടോപ്പ് എനിക്ക് തോന്നുന്നു 5 ലാക്ക് എങ്ങാണ്ടാണെന്ന് തോന്നുന്നു എനിക്ക് ഓടിയിട്ടുള്ളത്. മാക്സിമം എന്റെ ടോപ്പ് രേണുസുതി കണ്ടന്റിൽ 5 ലക്ഷം വ്യൂ എങ്ങാണ്ടാണെന്ന് തോന്നുന്നു ടോപ്പ് ഓടിയിട്ടുള്ളത്. അതിന്റെ അപ്പുറമൊന്നും ഓടിയിട്ടില്ല കേട്ടാ. അതുകൊണ്ട് അത് വിട്ട് കണക്ക് വിട്ട് കേട്ടാ. പിന്നെ രേണുസുതിയെ വെച്ചുകൂടെ റീച്ച് ഉണ്ടാക്കുന്നു എന്ന് പറയുന്നുണ്ടല്ലോ. ഇവളുമാരുടെ പറച്ചിലായിട്ട് കഴിഞ്ഞാൽ രേണുസുതിയുടെ എന്തോ പോസിറ്റിവിറ്റി ഇങ്ങനെ ഒഴുകി 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 പോണെന്ന്. നിന്റെ ഉടായ്പകളും നിന്റെ കൊണ കാര്യങ്ങളും നീ കാണിച്ചിട്ടുള്ള കള്ളത്തനങ്ങളും കപടത്തനങ്ങളും നാറത്തനങ്ങളും ഊളത്തനങ്ങളും വെവിളിത്തനങ്ങളും എല്ലാം പൊളിച്ചടിക്കുകയാണ് ഇവിടെ നാട്ടുകാർ അത് കണ്ടോണ്ടിരുന്നതും അതിന്റെ ബേസിൽ സെപ്പറേറ്റ് വ്യൂവർഷിപ്പ് കിട്ടിയത്. മനസ്സിലായ? നീ സുധിയുടെ പേരും പറഞ്ഞ് ഈ കൊല്ലം സുധി എന്ന് പറയുന്ന വ്യക്തി ഇല്ലായിരുന്നെങ്കിൽ ഈ രേണു സുധിയെ ഒരു പട്ടിക്കുഞ്ഞു പോലും തിരിഞ്ഞു നോക്കത്തില്ല. മനസ്സിലായ? നീ അത് മനസ്സിലാക്കുക. ഒരു വ്യക്തിയുടെ അണ്ടറിൽ നിന്നും കൊണ്ട് ആ വ്യക്തിയുടെ ഫെയിം യൂസ് ചെയ്ത് നീ കളിച്ചുണ്ടാക്കിയ പൊറാട്ട് നാടകം എന്നെ കൊണ്ട് ചരിത്രം ചികയിക്കാൻ നിൽക്കരുത്. കനൽ കെട്ടിട്ടില്ലെങ്കിൽ കൈ പൊള്ളും മോളെ. വീണ്ടും നിന്റെ ചരിത്രത്തിലോട്ട് പറഞ്ഞു വിടരുത്. പോട്ട്. സുധി എന്ന് പറയുന്ന ഒരാളെ വച്ച് വിറ്റ് അത് തന്നെയാണ് ഞാൻ പറയും. അങ്ങനെ ഉണ്ടാക്കിയ റീച്ച. എന്നിട്ട് രേണുസുതി ഇല്ലാതെ ഇവിടെ ആരും ജീവിക്കാൻ പറ്റില്ല. നിന്നെ കുറിച്ചിട്ട് നല്ലത് കേൾക്കാനല്ല ആരും വരുന്നത്. നിന്നെ പൊളിച്ചെടുക്കുന്ന നിന്നെ എക്സ്പോസ് ചെയ്യുന്ന കാണാനാണ് ആൾക്കാർ വരുന്നത് കേട്ടാ.
ഇവളുടെ വിചാരം ഇവളെ കുറിച്ച് നല്ലത് പറയുന്ന കേൾക്കാനാണ് വരുന്നതെന്ന്. കോപ്പാണ് കോപ്പ്. നിന്റെയൊക്കെ പോലത്തെ ബോധമില്ലാത്തതാ ഈ സജിനെ കൂടെക്കണ പച്ചയും കറുപ്പൊക്കെ ഇട്ടവളെ പോലെയുള്ള ബോധമില്ലാത്ത കുറെ സാധനങ്ങൾ കിടന്ന് സപ്പോർട്ട് ചെയ്യുന്നതല്ലാണ്ട് വിവരവും വെളിവും ഇല്ല ഏതെങ്കിലും ഒരു മനുഷ്യൻ നിന്നെയൊക്കെ നല്ലത് പറയുന്നത് നീയൊക്കെ എനിക്ക് കാണിച്ചാ. പണ്ട് പറഞ്ഞല്ല കേട്ടാ, പണ്ട് പറഞ്ഞതല്ല. ഈ കോൺട്രവേഴ്സിക്ക് ശേഷം നിന്നെയൊക്കെ പറ്റിയിട്ട് നല്ലത് ഒരു വിവരവും ബോധമുള്ള ഒരു വ്യക്തി പറയുന്ന ഒരു വീഡിയോ ക്ലിപ്പോ എന്തെങ്കിലും എനിക്കൊന്ന് കേൾപ്പിച്ച കേട്ടാ. ബിഗ് ബോസിൽ ലാലേട്ടൻ പറഞ്ഞ് വിശ്വസിക്കില്ല കേട്ടാ. ലാലേട്ടൻ അവിടെ നിന്ന് കൊടുക്കുന്ന സ്ക്രിപ്റ്റ് അനുസരിച്ച് ലാലേട്ടൻ വന്ന് പറയുന്നതാണ്, വേറെ ഒന്നും വിചാരിക്കില്ലത് അതങ്ങനെയാണ്. അല്ലാണ്ട് വിവരവും ബോധമുള്ള ഏതെങ്കിലും ഒരു മനുഷ്യൻ നിന്നെയൊക്കെ സപ്പോർട്ട് ചെയ്തത് എടുത്ത് കാണിക്കും കേട്ടോ. അങ്ങനെ ഇല്ല, അങ്ങനെ ചെയ്യത്തില്ല. എല്ലാം നിന്നെയൊക്കെ പോലുള്ള കോഞ്ഞാട്ട കേസുകളാണ്. എല്ലാവരും പട്ടിണി കിടന്ന് നിങ്ങൾ എന്ത് ചെയ്യും? എന്ത് ചെയ്യും മള്ളയ്യ? നമ്മൾ എന്ത് ചെയ്യും മള്ളയ്യ? അയ്യോ വീഡിയോക്കാരെന്ത് ചെയ്യും? എന്റെ മുഖം കാണാതെ ആർക്കും അല്ലേ ഒരു ഞാനൊക്കെ കക്കൂസിലൊക്കെയാ ഒച്ച കേൾക്കുന്നത്. രേണുസുന്ദരി ഇന്റർവ്യൂ ബാത്റൂമിൽ പോകാൻ ഫോൺ ഇവിടെ നട രേണുസുന്ദരി ബാത്റൂമില് പെണ്ണുമ്പിള്ള തിരക്കുന്നതും ബാത്റൂമിൽ ഭയങ്കര സൗണ്ട്. പുള്ളിക്കാരൻ കയറിയത് രേണുസുന്ദരി ഇന്റർവ്യൂ കണ്ടോണ്ട്. കക്കൂസി ഇരുന്ന് രേണുവിന്റെ ഇന്റർവ്യൂ കാണുന്നതിന്റെ രഹസ്യം ഞാൻ പറഞ്ഞുതരാം. അത് ചിലപ്പം ചില ആൾക്കാർക്ക് പോവൂല. അപ്പൊ ഈ സാധനം കാണുമ്പോ അതിന് പോലും വയറ്റിന്റെ അകത്ത് കിടക്കാൻ പറ്റൂല, അതുവരെ ചാടും. ആ സെറ്റപ്പില് ആയിരിക്കും. അല്ലാണ്ട് കക്കൂസി പോയിട്ട് നിന്നെ കൊണച്ച ഇന്റർവ്യൂ എന്തിനാണ് അതിന്റെ അകത്ത് വരുന്നത് കാണുന്നത്? ചിന്തിച്ചാ പോരെ, ചിന്തിക്ക്. ഇനിയിപ്പോ അടുത്ത കേസ് തൊട്ട് എന്റെ നെഞ്ചത്തൊട്ട് വരും. ബാ വെയിറ്റ് ആൻഡ് വാച്ച്. എനിക്ക് കുഴപ്പമില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ടൈമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കേസൊക്കെ ബാധിക്കാം. വരെയാണ് കേരളത്തിലെ ആൾക്കാർ എന്റെ ഇന്റർവ്യൂസും എന്റെ റീൽസും ഒക്കെ കാണാറുള്ളത്. ഞാൻ പോയി കഴിഞ്ഞാൽ എന്തോ ചെയ്യും? അല്ല വേറെ SP വ്ലോഗ്സ് അയ്യോ എന്റെ പൊന്നെ, അത് എടുത്തു വെച്ചിട്ട് ഞാൻ എന്തൊക്കെയാന്ന് പറയുന്നവരാ. ഇത് കേട്ടിട്ടില്ലല്ലോ. അല്ല വേറൊരു കാര്യം, ഈ ഷോർട്ട് ഫിലിമുകളിലൊക്കെ ഞാൻ ഇങ്ങനെ ചെയ്യുമ്പോ എനിക്ക് ആക്ഷൻ ഒന്നും കിട്ടില്ല. ഈ കുട്ടി വന്ന് ക്യാമറയുടെ ഫ്രണ്ടിൽ എന്തൊക്കെ. പക്ഷെ വേറെ കാര്യമുണ്ട്, ഞാൻ റിയാക്ഷൻ ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ചാ പിന്നെ ഒള്ളാക്കാണ് കയറുന്നത് വ്യൂസ്. ഇവളുടെയൊക്കെ വിചാരം ഇവളുമാരെല്ലാം ലേഡി സൂപ്പർ സ്റ്റാർ ഒന്ന് ഫിലിപ്പിന്റെ എന്നെ കൊണ്ടൊന്ന് പോ പുല്ല് പച്ച ഉണ്ടാ പറയുന്ന. എനിക്ക് ഷോർട്ട് ഫിലിമിന്റെ മുന്നിൽ നിൽക്കുമ്പോ പോലെ എനിക്ക് ഇത്ര അഭിനയിക്കാൻ പറ്റൂല. ഷോർട്ട് ഫിലിമിന്റെ മുന്നിൽ നിൽക്കുമ്പോൾ ഞാൻ മറ്റു ഒന്നിങ്ങനെ അഭിനയിക്കാൻ പറ്റിയ സാധനങ്ങള് ബോഡി ഷേമിങ് എന്ന് പറയും ചിലപ്പോൾ. അതൊന്നുമല്ല, ബോഡി ഷേമിങ് അല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഇത് ബോഡി ഷേമിങ് ഒന്നുമല്ല. ഇതിന്റെയൊക്കെ അഹങ്കാരത്തിനും പള്ളിനും നിങ്ങളിപ്പിനും ഞാൻ കൊടുക്കുന്ന മറുപടി മനസ്സിലായോ? ബോഡി ഷേമിങ് ചെയ്യാൻ ഞാൻ ആരുമില്ലടേ. ഞാൻ ലോകം കണ്ട ഷാറൂഖ് ഖാനോ സുന്ദരനൊന്നുമല്ല. നമുക്ക് നമ്മുടേതായ കുറവുകളും കുറ്റങ്ങളും എല്ലാം ഉണ്ട്. പക്ഷെ ഇമാതിരി വന്നിട്ട് തള്ളും, ഇമാതിരി മറ്റേ സ്വയം പൊക്കിയ SP അടി ഡയലോഗുകളും ഉണ്ടല്ലോ, കേൾക്കുമ്പം പറ്റല്ല, ചങ്ക് പടക്കിന്. അതുകൊണ്ട് ഞാൻ കൊടുത്തു പോകുന്നതാ ഇമാതിരി തോന്നിവാസങ്ങൾക്ക് കാണിക്കുന്നതിനുള്ള തോന്നിവാസം മറുപടി. അതിൽ ഏറ്റവും വലിയ വിറ്റതല്ല. എല്ലാരും ഇപ്പൊ രേണുസുതി എന്റെ ഫ്രണ്ടാണ്, ആണോ അല്ലേ? ആണല്ലോ. അപ്പൊ രേണുവിന്റെ കാര്യങ്ങള് സത്യസന്ധമായിട്ട് ഒരുപാട് കാര്യങ്ങൾ എനിക്കറിയാം. അപ്പൊ അതല്ലാത്ത ഒരു വ്ലോഗ് വരുമ്പോഴാണ് ഞാൻ അതിനെതിരെ പ്രതികരിക്കുന്നത്. അല്ലാതെ രേണുസുതി കണ്ടന്റ് ആക്കി എടുക്കാനാണെങ്കിൽ ഒരു റീല്, ഒരു ലൈവ് രേണുവിന്റെ വീട്ടിൽ ചെന്നാലും എനിക്ക് ചെയ്യാൻ പറ്റും. അതിട്ടാലും എനിക്ക് റീച്ചാ. ഞാൻ റീച്ചിന് വേണ്ടി മാത്രമല്ല ഞാൻ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയതും. അതിനകത്ത് രേണു തന്നെയാണ് കണ്ടന്റ്. പലരിടത്തും ഞാൻ പറഞ്ഞു. നീ റീച്ചിന് വേണ്ടിയല്ല തുടങ്ങിയത്, നീ മറ്റേ ഗീരവത്ത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് തുടങ്ങിയത്. അങ്ങനെയാണെങ്കിൽ നീ ഒരു കാര്യം ചെയ്യും, ചാനലിലെ മോണിറ്റൈസേഷൻ ഓഫ് ചെയ്തിട്ടിട്ട് ഇടുന്ന വീഡിയോസ് എല്ലാം ഡിലീറ്റ് ചെയ്തോളാം. പ്രശ്നം തീരട്ടെ. പറയുന്ന കേട്ട് കഴിഞ്ഞാൽ മറ്റേ ഗീരവത്ത് ഉണ്ടാക്കാനാണ് ഇവള് വീഡിയോ മറ്റേ ചാനൽ തുടങ്ങി വെച്ചിരിക്കുന്നതെന്ന്. സാമൂഹ്യ സേവനം മനസ്സിലായി. എന്നിട്ട് ഞാൻ റീച്ചിന് വേണ്ടി തന്നെയാണ്, അല്ലാണ്ട് എനിക്ക് ഒറ്റയ്ക്കിരുന്ന് കാണാൻ വേണ്ടിയിട്ടല്ല വീഡിയോ ഇടുന്നത്. 10 ആള് കാണണമെന്ന് ആഗ്രഹിച്ച് തന്നെയാണ് ഇടുന്നത്. അതുകൊണ്ട് അത് തള്ളി മറിക്കാണ്ടിരിക്കും. അവള് സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലടിക്കണം, ലൈക്ക് അടിക്കണം. നീ പറയുന്നുണ്ടല്ലോ. എന്ത് റീച്ചിന് വേണ്ടിയിട്ടല്ലേ? ഷെയർ ചെയ്യണം. എന്തിന്? റീച്ചിന് വേണ്ടിയിട്ടല്ലേ? റീച്ച് പോടി തള്ളാതെ. ഐശ്വ നമ്മൾ കാണാത്ത കളിയല്ലേ. ഞാൻ റീച്ചിന് വേണ്ടി തന്നെയാണ്. ഞാൻ അല്ലാതെ മറ്റേ ഇരുന്ന് മുഞ്ചാനല്ല. ഞാൻ റീച്ചിന് വേണ്ടി തന്നെയാണ് വീഡിയോ ഇടുന്നത്. 10 ആള് കാണാനും ലൈക്ക് കിട്ടാനും ഷെയർ കിട്ടാനും സബ്സ്ക്രിപ്ഷൻ കിട്ടാനും എന്നെ 10 ആൾ അറിയാനും ഒക്കെ തന്നെയാണ്. പൈസയ്ക്ക് വേണ്ടി ഒക്കെ തന്നെയാണ്. എന്ന് വെച്ച് എത്തിക്സ് എന്ന് പറയുന്ന സാധനം കാണിക്കും. നിനക്കൊക്കെ അതില്ല. എത്തിക്സിന്റെ അർത്ഥം അറിഞ്ഞോളൂ. അങ്ങനെ ഒരു വാക്കുണ്ടാ എന്നൊക്കെ ആയിരിക്കും നീയൊക്കെ ചിന്തിക്കുന്നത്. എനിക്കൊന്നും പറയാനില്ല. കുറെ നാളായി ഉള്ളിൽ ഒതുക്കി കിടക്കുന്ന കുറച്ച് സാധനങ്ങൾ പൊട്ടിച്ചപ്പോ ഒരു സുഖം. ഓക്കെ, ഏതൊക്കെയോ ഓരോന്ന് വന്ന് വൃത്തികെട്ട ലൂപ്പുകളിൽ വിഴുന്ന് കിടന്ന് കളിക്കുന്നുണ്ട്. എനിക്ക് മൊത്തത്തിൽ പറയാനുള്ളതാണ്, ഈ ഓൺലൈൻ മീഡിയാസ് ഇവളുടെ പുറകെ പോകുന്ന ഒരു പരിപാടിയൊക്കെ നിർത്തി കഴിഞ്ഞാൽ ഇവള് തീർന്നു. യുവന്മാർ വന്നിട്ട് കുറെ കണ്ടന്റ് ഇങ്ങനെ കട്ട് ചെയ്ത് ഇടുമ്പോൾ
ഇവക്ക് റീച്ച് അല്ല വരുന്നത്. ഇവളെ തെറി വിളിക്കാൻ അല്ലെങ്കിൽ ഇവളെന്ത് ഓപ്പില പരിപാടിയാണ് കാണിക്കുന്നതെന്നും ഈ അലഞ്ചൂസ് പെരേരയൊക്കെ വളുപ്പിയിരുന്ന് കാണത്തില്ല, ആ ഒരു ഗണത്തിലാണ് ഇട്ട് കാണുന്നത്. അതുപോലും മനസ്സിലാക്കാണ്ട് ഞാൻ താണ്ട ലേഡി സൂപ്പർ സ്റ്റാർ നെക്സ്റ്റ് നയൻതാറടാ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇരിക്കുന്നത്. ഒന്നും പറയാനില്ല. വിവരമില്ലായ്മ വിവരദോഷികളോട് പറഞ്ഞിട്ട് എന്ത് കാര്യം? നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ചറപറാന്ന് താഴെ പറക്കിടും. പുതിയൊരു വീഡിയോ ഇടണം.